ഹായ് ഗൈസ്, അപ്പൊ ഇന്നൊരു ഫാമിലി വ്ളോഗാണ്. ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ബീച്ചായിട്ടൊന്ന് കറങ്ങാൻ പോവാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാത്ത ഒരു കോഴിക്കോട് നഗരം, കോഴിക്കോട് പ്രദക്ഷിണം സാമൂതിരിയുടെ നാട്ടിലേക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങിച്ചെല്ലുകയാണ്. ഒരുപാടുണ്ടെന്നാണ് കാണപ്പെടുന്നത്. ഞങ്ങൾ ചെല്ലുകയാണ്. ഈ വണ്ടിയിൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ, ഞങ്ങളൊരു 7 ആൾക്കാർ പോകാനുള്ള ശ്രമത്തിലാണ്. ആർട്ടിയെ പിടിച്ചില്ലെങ്കിൽ യാത്ര തുടരുന്നതാണ്. ഓക്കെ, ബൈ. അങ്ങനെ കളറായി പോയി. സോ വാഗൺ ട്രാജഡി പോലെ ഞങ്ങൾ എല്ലാവരും പോവാണ് ഗൈസ്. ഇനി കണ്ടോ, ലെറ്റ്സ് ഗോ. മുത്തുവിനെ ചവിട്ടിയില്ല, എന്റെ പോലെ മുത്തുവിനെ ചവിട്ടിയല്ല. ഞാൻ തമാശക്ക് പന്ത് കൊണ്ടുവന്നു പറഞ്ഞ കാലൊന്ന് വീശതാ. നോക്കുമ്പോ കൈ കുറച്ച് കഴിഞ്ഞ് വീങ്ങി വരുന്നേ. കുറച്ച് ഞാൻ എന്താ പറയാ, അവന്റെ വിരലിന്റെ ഇവിടുത്തെ എല്ല് പൊട്ടിട്ട് ഇങ്ങനെ തൂങ്ങി പോയി കിടക്കുക. പിന്നെ കളിക്കാനും പോയില്ല. അവൻ എത്ര കടന്ന് ഞാൻ താഴെ അങ്ങനെ കളിക്കാനൊന്നും പോകാതിരിക്കാട്ടോ. കളിക്കാനൊക്കെ അപ്പുസാറിന്റെ വീട്ടിൽ കൂടെ അപ്പുസാറിന്റെ ആ പന്തലില്ല. അപ്പുസാറിന്റെ വീട്ടിൽ കൂടെ ഞങ്ങൾ കാലത്ത് പറഞ്ഞ് ക്രിക്കറ്റ് കളിച്ചെടുക്കാം. ഇങ്ങനെ ചോറ് തന്നെ വന്നേ സന്ദീപിന്റെ കണ്ടത്തില് ഞങ്ങളെ വീട്ടിൽ കൂടെ പേടിക്കാൻ ഞങ്ങൾ രണ്ടാളെ ഹോസ്പിറ്റലിലെ മഞ്ഞപ്പിത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് അന്ന് കിട്ടാനുണ്ട്. ഞങ്ങൾ ബീച്ചിൽ വന്നപ്പം നോ ഡ്രഗ്സ്, ലഹരിക്കെതിരായുള്ള ഒരു കൂട്ടായ്മ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങളെ കനത്ത സപ്പോർട്ട്. കലിസ്റ്റ കേരളയുടെ എന്താ പറയാ സപ്പോർട്ട് വിഷ്ണു എന്റെ വാങ്ങിയ ഒരു എനിക്കോ. സമൂഹത്തിന്റെ പോക്ക് മദ്യലഹരിയിൽ അഴിഞ്ഞാടുന്ന ബീച്ചിലെ തീരങ്ങളാണ് ഞങ്ങൾ ഇത് ഓർമ്മിപ്പിക്കുന്നത്. കോഴിക്കോടിന്റെ ബീച്ച് സുരക്ഷയുള്ളതാണോ എന്താണ് പറയൂ. ഇതൊരു പ്രതിമയാണ് ഗൈസ്. പ്രതിമയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ? അതെ, ഇതാണ് കരിങ്കരങ്ങന്മാർ ഉദ്ദേശിക്കുന്നത്. കത്ത് നോക്ക്. അങ്ങോട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ ഓക്കെ. ഈ വയലൻസ് സിനിമകൾ ടീനേജേഴ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ? അയ്യോ, 2K വയലൻസ് സിനിമ യങ്സ്റ്റേഴ്സിനെ ബാധിക്കുന്നുണ്ടോ? നമുക്കൊരു സ്കിബിഡിയോട് ചെന്ന് ചോദിക്കാം. എന്നെ അങ്ങനെ സ്വാധീനിക്കുന്നില്ല, വിവരമുള്ളവരൊന്നും സ്വാധീനിക്കില്ല. അത് അപ്പൊ കാറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെ, എന്റെ മോനെ ഇത്തരം നമ്മളെ മനസ്സിലാക്കുന്ന കാര്യം നമ്മൾ ഈ ജനറേഷനിലും വിവരമുള്ള കുട്ടികൾ ആശ്വാസമാണ്. സിനിമ ഒരു തലമുറയെ സ്വാധീനിക്കുന്നത് നെഗറ്റീവ് മാത്രമായിട്ടല്ല, പോസിറ്റീവായിട്ട് സ്വാധീനിക്കില്ലേ? നല്ല സിനിമ കാണാം. നല്ല സിനിമ വിക്രമാദിത്യം കണ്ടിട്ട് എല്ലാവരും IPS പോലില്ല. പക്ഷെ അതിനൊരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പഠിച്ച സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഭാഷ പഠിക്കണമെങ്കിൽ അതെ നിങ്ങൾ ഫസ്റ്റ് കൊറിയാണ് പഠിക്കുക. അതെ, അത്
ഏതാണ്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എന്ത് പഠിക്കുന്നു? സൺഡേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കോഴിക്കോട് ബീച്ച് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. നോമ്പായിട്ടും തിരക്കിന് കുറവൊന്നും കാണുന്നില്ല. ബീച്ചിന്റെ എൻഡ് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ. ബീച്ച് സൗത്ത് ബീച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് വരാത്തവരോട് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ബോട്ടിംഗ് ഒക്കെ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്പീഡ് ബോട്ട് ഉണ്ട്, വേവ് റണ്ണർ ഉണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും. കപ്പിൾസ് ആയാലും ശരി, സിംഗിൾസ് ആയാലും ശരി, ഫാമിലി ആയാലും ശരി. കാരണമാസാണ് പൊളിക്കും മക്കളെ. അതെ, ഇവിടെ പെണ്ണ് കിട്ടാത്ത കണ്ണനായാലും ശരി ബോട്ടിൽ കയറാം. അതെ, ഉള്ളതിനകത്ത് അത് കണ്ടായിരുന്നു. അടുത്തതായി ഗൈസ് ഞങ്ങൾ കാർത്തൂനെ ഒട്ടകപ്പുറത്ത് കയറ്റാൻ പോവാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പോയി. ഒരു ഒട്ടകപ്പുറത്ത് കയറണോ? അപ്പൊ ബിന്ദുവച്ചിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ട്. ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? പിന്നാടി ബാലൻസ് റെഡി. ഓക്കെ ഓക്കെ. അതെ, ഞാൻ വലത്തോട്ടേക്ക് വരാൻ വേണ്ടിട്ട് അടുത്ത് വരെ ഇടണേ. എന്റെ കഥ പിടിക്കുന്നത് അങ്ങനെ പിടിക്കുന്നു. ഓ മൈ ഗോഡ് ഈശ്വരാ. നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു ഒട്ടക സവാരി. എന്താ പറയാ, സത്യം പറയുകയാണെങ്കിൽ ഖത്തറിൽ പോയിട്ട് അവിടെ ഞാൻ ഒട്ടകത്തിൽ ഒന്നും കയറിയില്ല. കയറാൻ പറ്റിയില്ല, അതിന് സാധനം കിട്ടിയില്ല. ഇവിടെ എത്തിയിട്ടാണ് ഒട്ടകത്തിൽ കയറി ശരിയാണ് ഫസ്റ്റ് ടൈം. സംഭവം വൈബാണ്. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിനാളഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. യാഗനെ പേടിച്ചാൽ കൈ ഒറ്റ കൈ മാത്രമേ ഉള്ളൂ. ഇനി ഭാവിയിലെ വിഷ്ണുവിന്റെ കുട്ടി. സമയം 6:26. സമയം 6:26. ബീച്ചിലിപ്പം നമ്മള് എന്താ പറയാ, അസ്തമയൊക്കെ കഴിഞ്ഞു ഓൾറെഡി. പക്ഷെങ്കില് നമുക്ക് എന്ത് കാണാൻ പറ്റും? സൂര്യനെ കാണാൻ പറ്റില്ല. ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടി ഒരുക്കത്തിലാണ്. ബീച്ചിലെ ചായനെ പറ്റി എന്താ പറയാനുള്ളത്? ബീച്ചിൽ നിന്ന് കുടിക്കുന്ന ചായ അത് മനസ്സാണ് നിറയ്ക്കുന്നത്, വയറല്ല. വയറ് മാത്രമല്ല. ചായ ഒരു കല്ലുമ്മക്കായി. ആ അതെ, കല്ലുമ്മക്കായി. കോഴിക്കോട്ടെ ഫുഡ് അത് പ്രത്യേക ഒരു മുഹബത്തല്ലേ. ചെറിയ കട്ടിലുണ്ടോ? അതെ ഗൈസ്, ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും നമ്മളുടെ ഹോട്ടലിൽ കയറി അന്വേഷിച്ചെത്തുന്ന ലാസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ, ആ ഐറ്റം അന്വേഷിച്ച് നമ്മളോട് എത്തിയത് അല്ലേ. ഏതാ ഐറ്റത്തിന്റെ പേര്? പേരെന്താ? വിഷ്ണു. നമ്മളോട് ഹോട്ടലിൽ കയറിയിട്ടേ ഇപ്പൊ ട്രെൻഡ് എന്താ? ലാസ്റ്റ് നമ്മൾ അന്വേഷിച്ച കേക്ക്. ലാസ്റ്റ് അന്വേഷിച്ച സാധനം ഉണ്ടല്ലോ, ഏതാ? ലാസ്റ്റ് നമ്മൾ അന്വേഷിച്ച സാധനം ഉണ്ടല്ലോ നമ്മള് ഹോട്ടലിൽ കയറിയിട്ട് പേരെന്താ? മന്തി. അഗൈൻ മന്തി. നമ്മളെ മറ്റേ മൂപ്പരൊക്കെ നിരോധിച്ച സാധനം. ഇപ്പൊ എല്ലാരും എന്തിന്റെ പുറകെയാണ്? മന്തിന്റെ പുറകെ.